ഈ ഒരു വീഡിയോ ചെന്നൈ എയർപോർട്ടിലെ ലൗഞ്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു വീഡിയോ ആണ്. ഇത് പ്രത്യേകിച്ച് നമുക്ക് പേരൊന്നും എടുത്ത് പറയേണ്ട, കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നത് തന്നെയാണ്. പഴമുണ്ട്, ഇഡലിയുണ്ട്, സ്പ്രൗട്ട് ഐറ്റംസ് ഉണ്ട്, സാമ്പാർ, വട, ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാവുന്നതാണ്. സൂപ്പുണ്ട്, വെജിറ്റബിൾ സൂപ്പ്, ചിക്കൻ സൂപ്പ്, പിന്നെ ഇഡലിയും ദോശയ്ക്കും കഴിക്കാനായിട്ട് അവരുടെ ഫേമസ് ആയിട്ട് തമിഴ്നാടിൻ്റെ ഫേമസായ ഇഡലി പൊടി, ബോയിൽഡ് എഗ്, ഡ്രൈ ഫ്രൂട്ട്സ്, പംകിൻ സീഡ്, ചിയ സീഡല്ല, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്. ഈ ഒരു ഇത് ഹൈദരാബാദി ബിരിയാണിയുടെ ഒരു വീഡിയോ ആണ്. ഉറപ്പായും നിങ്ങൾ ഹൈദരാബാദിൽ പോവുകയാണെങ്കിൽ, നിങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബിരിയാണി അത്രയ്ക്കും ഇഷ്ടമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഹൈദരാബാദിൽ പോയി തന്നെ ഹൈദരാബാദി ബിരിയാണി കഴിച്ചിരിക്കണം. അത്രയ്ക്കും ടേസ്റ്റാണ്, യാതൊരു സംശയവും വേണ്ട. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും, നമുക്ക് മറക്കാനേ പറ്റില്ല. അത്രയ്ക്കും രുചിയായിട്ടുള്ള ഇതാണ് ഈ ഹൈദരാബാദിലെ ബിരിയാണി. എപ്പോഴെങ്കിലും സന്ദർഭം കിട്ടിയാൽ കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ ഒരു സീൻ കൊട്ടിയം കിംസ് ഹോസ്പിറ്റലിൽ നിന്നെടുത്തതാണ്. അവിടെ ഒരു പേഷ്യൻറ്റിനെ കാണാനായിട്ട് പോയപ്പോൾ വിൻഡോയിൽ കൂടി നോക്കിയപ്പോൾ ആ ഒരു പ്രകൃതി ഭംഗി വളരെ മനോഹരമായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തതാണ്. അവിടെ ആർക്കും പോകാനായിട്ടുള്ളൊരവസരം ഉണ്ടാകാതിരിക്കട്ടെ. ഈ ഒരു വീഡിയോ ട്രിവാൻഡ്രം ഒരു ഹോട്ടലിലെ ബിരിയാണിയും ചട്ടിച്ചോറുമാണ്. ഹോട്ടലിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല, എന്നാൽ ഈ ചട്ടിച്ചോറ് കാണാൻ മാത്രമേ ഭംഗിയുള്ളൂ, കഴിക്കാൻ ഒട്ടും രുചിയുള്ളതല്ലായിരുന്നു. തണുത്ത് വിറച്ച് ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ചട്ടിച്ചോറ്. ഇത് നല്ല ചൂടുള്ള ഫ്രൈഡ് ചിക്കൻ. പിന്നെ ഇതൊരു തമിഴ്നാട്ടിലെ സരസ്വതി നഗർ അമ്പത്തൂറിലെ ഒരു ഹോട്ടലിലെ ബിരിയാണിയാണ്. ഇല ബിരിയാണി എന്നാണ് ഇതിന് പേര്. അത്രയ്ക്ക് രുചിയൊന്നും പറയാൻ പറ്റില്ല. ഇത് അവിടുത്തെ ഒരു അന്നദാനത്തിൻ്റെ വീഡിയോ ആണ്.